നമസ്കാരം. പുഞ്ചിരി മട്ടത്ത് നിന്ന് പുഞ്ചിരി മലയിൽ നിന്ന് ഉണ്ടായ ഉരുൾപൊട്ടലാണ് മുണ്ടക്കയിൽ ഈ ദുരന്തം വിതച്ചത്. ആ ദുരന്തത്തിന്റെ ആഘാതം മാറും മുമ്പേ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ഒരു കൂട്ടർ. അത് ഇടതുപക്ഷ എംപിമാർക്ക് ഹൈപ്പുണ്ടാക്കാനുള്ള ഒരു സാധ്യത തേടുകയാണ് അതിലൂടെ ചെയ്തത്. രാജ്യസഭ നടന്നുകൊണ്ടിരിക്കുകയല്ലോ, ഒരു ഹൈപ്പൊക്കെ ആരും പ്രതീക്ഷിക്കും. പക്ഷേ അതിനുള്ള സമയം ഇതല്ലായിരുന്നു. ബ്രിട്ടാസ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള മട്ടിലാണ് പലരും പറയുന്നത്. അമിത്ഷായെ വിറപ്പിച്ച എംപിമാർ എന്നൊക്കെ വാർത്തകൾ കാണുന്നു. എന്താണ് ബ്രിട്ടാസ് പറഞ്ഞത്? 2018 പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങി. കഴിഞ്ഞ 7 വർഷത്തിൽ 3782 ഉരുൾപൊട്ടലുകൾ രാജ്യത്തുണ്ടായി. അതിൽ കേരളത്തിൽ മാത്രമുണ്ടായത് 2239 ഉരുൾപൊട്ടലുകൾ. 2018 പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിന് പണം ആവശ്യപ്പെട്ടു. ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് തുടങ്ങി. ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നുമൊക്കെയാണ് പറഞ്ഞത്. അതിന് കൃത്യമായ മറുപടിയുമൊക്കെ ഷാ നൽകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കേരളത്തിന് 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വ്യക്തമാക്കുന്നത്. കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതുകൊണ്ട് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നും അമിത്ഷാ രാജ്യസഭയിൽ അറിയിക്കുന്നുണ്ട്. ഒഡീഷയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് ഈ ഡിസാസ്റ്റർ കൊണ്ടല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ വാളോങ്ങിയ ബ്രിട്ടാസിന്റെ വായിൽ മണ്ണ് വാരിയിട്ട അവസ്ഥയാണ് ഉണ്ടായത്. അമിത്ഷാ വെറുതെ അങ്ങ് പറയുകയായിരുന്നില്ല, കൃത്യമായ രേഖകൾ സഹിതം പറയുകയായിരുന്നു. 23, 24, 25 തീയതികളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 26-ന് പ്രത്യേകമായി തന്നെ ഈ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. 26 സെന്റിമീറ്റർ 27 സെന്റിമീറ്ററോളം മഴ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. മഴയും ലാൻഡ് സ്ലൈഡും ചെളി ഇടിച്ചിറങ്ങി വരുമെന്നൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മുന്നറിയിപ്പിലൂടെ നൽകുകയും ചെയ്തു. എന്നാൽ അതൊന്നും കേരളം ഗൗനിച്ചില്ല. അതിന്റെ രേഖകളൊക്കെ എല്ലാവരിലേക്കും രാജ്യസഭയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇത് വായിച്ചു നോക്കിയിട്ട് എതിർപ്പ് പറയാനോ ഒന്നിനും ഈ എംപിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇക്കാര്യങ്ങൾ ഗുജറാത്തും ഒഡീഷയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ യാതൊരു മുന്നറിയിപ്പും നൽകിയില്ലെങ്കിൽ രാജ്യസഭയും ലോക്സഭയിലെയും ഒക്കെ എംപിമാർക്ക് ഒരുമിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാമല്ലോ. അതും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം തന്നെ ഒന്നേ ഉള്ളൂ. അറിയിപ്പ് നൽകിയത് BJP ഗവൺമെന്റ് ആണ്. ഭരിക്കുന്നവരെ എതിർക്കുക എന്നുള്ളത് ഇപ്പോഴൊരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിയിരിക്കുകയാണ് കേരള സർക്കാർ. എത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ഒരാഴ്ച മുമ്പ് NDRF സംഘത്തെ അയച്ചിരുന്നു എന്നതുകൂടി അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ 4 എടുത്താൽ അതിൽ 1 ഇന്ത്യയുടേതാണ്. 2000 കോടിയുടെ പദ്ധതിയാണിത്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം കേരളം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പല കാര്യങ്ങളും എന്നും കുറ്റം പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനേ കേരളത്തിന് കഴിയുന്നുള്ളൂ. അതിന്റെ പേരിൽ പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന് മാത്രമാണ്. എന്നിട്ട് അവിടെ ചെന്ന് പ്രഹസനം കാണിക്കാനാണ് ചില മന്ത്രിമാർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിലടക്കം അവർ അമിത്ഷായെ മെരുക്കി എന്നൊക്കെ അലമുറയിടുന്നതും ഇതിന്റെയൊക്കെ ഭാഗമാണ്. പക്ഷേ സത്യത്തിൽ അമിത്ഷാ വാല് തുറന്നപ്പോൾ വാല് ചുരുട്ടി മിണ്ടാതിരിക്കുകയാണ് ഇവർ ചെയ്തത്. എന്നിട്ടാണ് വലിയ വായിൽ ഇക്കാര്യങ്ങളൊക്കെ ഹൊയ്വിടുന്നതും. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒഡീഷയും ഗുജറാത്തും നടത്തിയ മുന്നൊരുക്കങ്ങൾ ഇവിടെ കേരളത്തിൽ നമുക്ക് നടപ്പാക്കാനായില്ല? അതൊരു വലിയ വീഴ്ച തന്നെയാണ്. ഭരിക്കുന്നത് BJP സർക്കാർ ആയതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും കൃത്യമായ രീതിയിൽ നമ്മളിവിടെ അത് പ്രയോജനപ്പെടുത്താതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള സർക്കാരിന്റെ തന്നെ വീഴ്ചയാണ്. അതിന് ബലി കൊടുക്കേണ്ടി വന്നത് ഒരുപാട് പേരുടെ ജീവനാണ്. നന്ദി.